ഇല്ലല്ലേ? കഷ്ടമുണ്ട്. യൂട്യൂബിലെ പെണ്ണുങ്ങളെല്ലാം ചെറിയ വിളിക്കുക, അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ തെറി വിളിച്ചിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇതിന് മാത്രം അന്വേഷിച്ച് വന്ന വീട്ടിൽ. ഇത്രയും നാൾ അപ്പുറത്ത് നോക്കിയപ്പോ നിനക്ക് തോന്നിയില്ലടേ ഇപ്പുറത്ത് ഒരുത്തം കാണുമെന്ന്? ഒരു മര്യാദ വേണ്ടേ? നമസ്കാരം. അങ്ങനെ ഈ ഇളിഞ്ഞ മുഖം കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. ഞാൻ എന്തുകൊണ്ട് ആദ്യം ചിരിക്കാനുള്ള റീസൺ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഈ ചാനലിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുവരുന്നവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ദീപ്തി ടീച്ചറുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരായിരിക്കും. പ്ലസ് വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള അമൽ, പിന്നെ ആ ലീഡറിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ, സോറി ഫോർ ദാറ്റ്. ഞാൻ അവരുടെ ചാനൽ അങ്ങനെ അധികം കാണാറില്ല. നമ്മൾ അവർ റിയാക്ട് ചെയ്തിട്ടില്ല കേട്ടോ. അവരൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, ഞാൻ അതിൽ റിയാക്ട് ചെയ്തിട്ടില്ല. എന്താണെങ്കിലും ഈ രണ്ട് ചാനലും കാണുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റുള്ള വ്ളോഗേഴ്സിൻ്റെ ചാനൽസൊക്കെ കാണുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഡാനീസ് ഡേയ്സ് ഇവരുടെയൊക്കെ ചാനൽ കാണുന്നവർക്ക് വളരെ സുപരിചിതമായിട്ട് ഈടായിട്ട് നമ്മൾ ഒരുപാട് പേര് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ദീപ്തി ടീച്ചറും വി ആർ ഇൻ ലവ് ഇവരെല്ലാവരും കൂടി എടുത്തിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വം. ഇതുവരെ അവരുടെ പേരും അവരുടെ ഫോട്ടോ മാത്രമേ ഈ പൊതുജനത്തിന് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അവരുടെ ഡയറക്റ്റായിട്ട് അവരെ ദർശിക്കാൻ, അവരുടെ ദർശനം ലഭിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? നമ്മുടെ വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള അമലും അവരുടെ വൈഫിനുമാണ് കേട്ടോ. സംഭവം എന്താണെന്ന് കത്താത്തവർക്കായിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം. റാണി പി സദാശിവം എന്ന് പറഞ്ഞിട്ടുള്ള പേരൊക്കെ കേട്ട ബമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബമ്പൻ പേരുകളാണ്. റാണി പി സദാശിവം എന്ന് പറഞ്ഞൊരു ഐ ഡിയിൽ നിന്ന് ഒരുവിധം എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനും കമൻ്റ് ഇടുന്നൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. വല്ലാണ്ട് കൊതുണ്ട് കേട്ടോ എൻ്റെ മുന്നിൽ കൂടി ഓടി കളിക്കുന്നത്. പോട്ടെ, അപ്പോൾ ട്രാക്ക് മാറ്റട്ടെ. അപ്പോൾ റാണി പി സദാശിവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡിയിൽ നിന്ന് കമൻ്റ് ഇടുന്ന ഒരുപാട് പേര് കമൻ്റ് ഇടും. അതിൽ റാണി പി സദാശിവം എന്ന് പറഞ്ഞ ഐ ഡിയിൽ നിന്ന് ഒരു കമൻറ്റുകൾ വരും എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനും മാത്രമല്ല, അവരെ പറ്റി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ അടിയിലും കമൻറ്റ് വരും. കമൻറ്റ് വരുന്ന പറഞ്ഞാൽ ഭയങ്കര കമൻറ്റ്സാണ്. സീരിയസ്ലി ഒരാളെ മാനസികമായിട്ട് എങ്ങനെ തളർത്താൻ പറ്റും, അയാളെ പറ്റി ഏത് രീതിയിൽ, ഇപ്പോൾ നമുക്കൊന്നല്ല, ഞാൻ പറഞ്ഞ ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ മാനസികമായിട്ട് ഏത് രീതിയിലാണ് തെറി കമൻ്റല്ല, അവർ പറയുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഭാവനയോടിലൂടെ മെനഞ്ഞെടുത്തിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്കൊരു ബിൽഡപ്പ് കൊടുക്കുകയാണ്. എന്നാലും സത്യമാണ് കേട്ടോ, ഒരു അനാവശ്യമായിട്ടുള്ളൊരു ബിൽഡപ്പ് ഞാൻ കൊടുക്കുക, അതിൻ്റെ ആവശ്യമില്ലല്ലേ. എന്താണെങ്കിലും വീട്ടിലൊരു പണിയില്ലാണ്ട് ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത് വെറുതെ കയറിയിട്ട് ഓരോരുത്തരെ കയറി ചൊറിയുന്ന ഒരു സ്ത്രീ, അവരുടെ ഫോട്ടോ, അവരുടെ വീഡിയോൻ്റെ ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത വീഡിയോസിനടിയിലും അവരൊന്ന് കമൻറ്റ് ഇട്ടിരുന്നു. ആ കമൻറ്റിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ കമൻറ്റിൻ്റെ ഏകദേശം അവസാനത്തേക്ക് എത്തി. അവസാനത്തിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് വെക്കട്ടെ അല്ലേ, അവിടെ ചെയ്തിട്ടുള്ള വീഡിയോയുടെ അടിയിൽ ഒരു വന്ന് പറഞ്ഞു വെച്ചാൽ ഈ വീഡിയോ ഇതോടുകൂടി നിർത്തി ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ എന്നെക്കുറിച്ച് അവർ തോന്നിവാസം പറഞ്ഞുണ്ടാക്കും എന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി. ഇല്ല, പേടിച്ചിട്ടൊന്നുമില്ല. ഞാൻ അതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ആ വീഡിയോ ചെയ്ത സമയത്ത് എന്താ അറിയോ, ഈ ദീപ്തി ടീച്ചറുടെ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാറില്ല, ഞാൻ എൻ്റെ ചാനലിന് അവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് ഇനി എൻ്റെ വേറെയുള്ള ഇവരെ പ്രത്യേകിച്ച് ബ്ലോക്ക് ചെയ്തു. ഞാൻ അവരിനിപ്പോൾ വേറെയുള്ള വ്ളോഗേഴ്സിന് എന്നെ പറ്റി അല്ലല്ലോ അവർ പറയും, അവർ വേറെയുള്ളവരെ പറ്റി പറയുന്നത്. നമ്മളായിട്ട് ഇനിയിപ്പോൾ അവർക്ക് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഈ ദീപ്തി ടീച്ചർക്കാണെന്നുണ്ടെങ്കിലും ഡാനീസ് ടീച്ചറാണെങ്കിലും വി ആർ ഇൻ ലവ് ഇവർക്കൊന്നും ഒരു വിഷയം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഞാനത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിരുന്നു ഈ സ്ത്രീനെ. പക്ഷേ ഞാൻ അവർ വീണ്ടും ഇന്ന് അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റാണി പി സദാശിവം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം വെച്ചാൽ ലാസ്റ്റ് ടൈം നിങ്ങളെ കമൻറ്റ് ഞാൻ കണ്ടു, വായിച്ചതിന് ശേഷം ഞാനത് ബ്ലോക്ക് ചെയ്തു. കാരണം അതിൽ വീണ്ടും എന്നെ പറ്റിയായിരുന്നില്ല, വീണ്ടും അതിൽ ആ ദീപ്തി ടീച്ചറെ കുറിച്ച് വളരെ മോശമായിട്ടാണ് അതിൽ സംസാരിച്ചിരുന്നത്. ആ കമൻറ്റ് ഞാൻ ഇവിടെ കാണിച്ചില്ല, ഞാൻ ഇനി വീണ്ടും കാണിച്ചിട്ട് അവർ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അത് വെറുതെ അതിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിച്ചു, വെറുതെ ചൊറിയേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അത് അന്തസ്സായിട്ട് വായിച്ചു, എന്നിട്ട് അവരെ ബ്ലോക്ക് ചെയ്യുക ചെയ്ത്. പക്ഷേ ഞാൻ അവർ വീണ്ടും അൺബ്ലോക്ക് ചെയ്തു. ഇന്ന് എന്താ രസം വെച്ചാൽ വേഗം വീഡിയോയ്ക്ക് പോകാം, എന്നാലേ പിന്നെ നമ്മൾ കാര്യങ്ങൾ നടക്കുള്ളൂ. അതായത് ഇന്ന് എന്താ രസം എന്ന് വെച്ചാൽ ഇവർ ഈ വി ആർ ഇൻ ലവ് പറയുന്ന അമലും അവരുടെ വൈഫും ഈ സ്ത്രീനെ അന്വേഷിച്ച് അവരെ വീട്ടിൽ പോയപ്പോൾ ആ കുട്ടി 2 വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ വി ആർ ഇൻ ലവിൽ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ അവർ വീട്ടിൽ പോകുന്ന ആ കുട്ടീനെ കാണുന്നത് കഷ്ടമാണ്. ആ കുട്ടിയുടെ കാര്യം റിയലി ഫീൽ സോറി. ആ കുട്ടി വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ കാണുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടക്കും, ഒരുപാട് പേര് ചർച്ച ചെയ്ത വിഷയമാണ്. ഐ റിയലി ഫീൽ സോറി ഫോർ ദാറ്റ്. എല്ലാവരും തന്നെ ആയിരിക്കും വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ആ കുട്ടറായ കേസിൽ അവർക്ക് വിഷമമുണ്ടായിരിക്കും. എന്താ ചെയ്യുക, ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്യുക. അവസാനം അവരെ കണ്ടുപിടിക്കേണ്ട സിറ്റുവേഷൻ വന്നു. ഇവർ നേരെ അവരെ ചെന്ന് കാണാൻ വേണ്ടി പോയി. വീട്ടിൽ ചെന്നു. ഞാൻ ആ വിഷ്വൽസ് വെക്കുന്നില്ല. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്, നിങ്ങളും കാത്തിരിക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്ന് എൻ്റെ കൂടെ ഒരുമിച്ച് കാണാം. ഞാൻ കുറച്ചേ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ കണ്ടുകൊണ്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. എങ്ങനെ
എങ്ങനെയുണ്ട്, എന്താണ് ഇവരുടെ എൻട്രി എന്നുള്ളത്. ഇവരൊരു പലചരക്ക് കടയിൽ ഒരു സ്റ്റേഷനറി സ്റ്റോറിലാണ് അവർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. 2 ദിവസമായിട്ട് അവിടെ ജോലിക്ക് എത്തിയിട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ കാണാൻ ഈ ലേഡി പോകുന്നു, ഈ അമൽ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങാതിയും പോകുന്നു. സീരിയസ്ലി അവർ ഇട്ട കമൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും പരിപാടിയും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആട്ടേണ്ട സാധനമാണ്. സീരിയസ് ആയിട്ട് നല്ല തെറി പറയണ്ട. എന്തുകൊണ്ടറിയില്ല, അമലിൻ്റെ വൈഫ് അവരൊക്കെ അത്യാവശ്യം നല്ലോണം ക്ഷമയുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. ഈ അമലിനെ അവർ റിലേറ്റഡ് ആയിട്ട് കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാം, പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഈ കാര്യത്തിൽ എന്താണെന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക, അവരവരുടെ ഫാമിലി വ്ളോഗിലുള്ള അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ പറയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടാന്ന് വെക്കാം, കമൻറ്റും ചെയ്യാം, മാന്യമായിട്ട് കമൻറ്റ് ചെയ്യാം. അതിന് മാന്യമായി അല്ലാതെ തെറി പറയുക, ദേഷ്യപ്പെട്ട് മീൻസ് നിങ്ങൾക്കെതിരെ അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കാം. പക്ഷെ എന്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒരു ലിമിറ്റ് ഉണ്ട്, അതിന് ഒരു ലിമിറ്റിലപ്പുറം കിടക്കരുത്. തെറിയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല ഒരിക്കലും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഈ ഏതെങ്കിലും ഐഡിയയിലൊക്കെ വന്ന് പിന്നെ തെറി പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ദർ വിൽ ബി സംതിങ്, ഒരു ലിങ്ക് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന രീതിയിൽ. എന്തായാലും നമ്മൾ കാണാൻ പോകുന്നതാണ് റാണി പി സദാശിവം. റാണി ചേച്ചി അറിയില്ല അരി തന്നെ ചേച്ചി അറിയില്ല അരി അയ്യോ, നിങ്ങൾ യൂട്യൂബർ അല്ലേ ഇത്? പിന്നെ ആരാന്ന് വിചാരിച്ച്? ഇന്ത്യൻ പ്രധാനമന്ത്രിയാ? സുരേഖ സുരേഖ വെള്ളരി ഏതാ നല്ലത്? നല്ലത് അരിയും ഇതൊന്നും എവിടെയാണെന്നുള്ളത് ചേച്ചിക്ക് അറിയില്ല. കമൻ്റ് ഇടാൻ നന്നായിട്ട് അറിയാലോ. വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതി വിടാൻ നല്ല നിശ്ചയം ഉണ്ടല്ലോ. അപാരത്തൊലിക്കട്ടി സത്യത്തിൽ അതിൻ്റെ ഗ്യാസ് പോയിക്കണം കേട്ടോ. സീരിയസ് ആയിട്ട് അതിൻ്റെ കാറ്റ് പോയിക്കണം. അല്ല, കമൻറ്റ് ഇങ്ങനെ ഇടുന്ന സമയത്ത് ആൾക്കാർ മനസ്സിലാക്കണം എപ്പോഴെങ്കിലും തിരഞ്ഞു വന്നാൽ അതെന്താ അവസ്ഥ എന്നുള്ളത്. പേടിച്ചിട്ട് നന്നായിട്ടോ. അരിൻ്റെ ഒപ്പം പാത്രം കൂടി ഇടുന്നുണ്ടോ? എങ്ങനെ തെറി വിളിക്കാൻ പറ്റുന്നില്ല? ഇല്ല കഷ്ടമുണ്ട്. ഫേമസ് താരമാണ് ഉള്ള യൂട്യൂബിലെല്ലാം പെണ്ണുങ്ങളെല്ലാം തെറി വിളിക്കുക. അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ തെറി വിളിച്ചിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരി ഇതിലെ മാസം അന്വേഷിച്ചു അവരെ വീട്ടിൽ കയറി വരിക. ഈ രീതിയിലൊന്നും വന്ന് പറഞ്ഞാൽ പോരാട്ടോ. ഒരു പെൺകുച്ചുണ്ട് അവിടെ, മോനുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം ഈ കിടത്തി എല്ലാവരും ഇതിനെ അറിയാം. ചേട്ടൻ എന്തൊരു കണ്ടിട്ടില്ല. എത്ര പേര് ഇവരെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ ഇവരെ വേൾഡ് ഫേമസ് ഇടിക്കുക. ഇതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഇല്ല. എല്ലാ കാര്യം പറയാൻ അത്ര അനുഭവിച്ച് 3 വർഷമായിട്ട് ഇവരെ മാത്രം അന്വേഷിച്ച് നടക്കുന്നത്. ഇവർക്ക് ഈ അഭിസ്മാനത്തിന് അസുഖം ചേട്ടാ. ഇത് അതൊക്കെ മുതലെടുത്ത് ഇവർക്ക് അസുഖം കൂടുതൽ വരണം. അതിനുള്ള എന്തെല്ലാം പറ്റും. നിങ്ങളുടെ വീട് എവിടെയാന്ന് പറഞ്ഞ? കാഞ്ചാർ എവിടെ? നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന് പറഞ്ഞ? കാഞ്ചാർ ആരാ ഉള്ളത്? ഇപ്പൊ ആരും ഇല്ല. ഉപ്പറയിൽ ആരെങ്കിലും ഉണ്ടോ? ഉപ്പറയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? ഉണ്ടോ? ഞങ്ങളുടെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കള് പലരും ആണോ? അവര് പറഞ്ഞാണോ? അല്ല,
അവര് പറഞ്ഞാണ് അതെല്ലാം. ഒരു കാര്യം ഈ അമലിനെ സമ്മതിക്കണം കേട്ടോ, ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ്. കാരണം ഈ സ്ത്രീ എഴുതിയ കമൻറ്റുകളൊക്കെ വായിച്ചാണ്ടല്ലോ, സീരിയസ്ലി. അത് മാത്രമല്ല എന്തൊക്കെ പറഞ്ഞുണ്ടാക്കാൻ അറിയോ. എന്തെങ്കിലും തെറി പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ തിരക്കിടില്ല, പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി നടന്ന ഇത് ഞാൻ ഈ പറയുന്ന സംഭവം ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെ വളരെ ക്ലിയർ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ ഒരുപക്ഷെ ഇവരുടെ വീഡിയോസ് ഈ ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഡാനി സ്റ്റേസിൻ്റെ അന്നത്തെ ഇഷ്യൂ, പിന്നെ ഈ VR in ലവ്, ഇവരുടെ ഈ വ്ളോഗ് കാണാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചാൽ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഈ കാര്യം മനസ്സിലായി. പിന്നെ എനിക്കൊന്ന് ഇറ്റ്സ് മീ ലച്ചു അങ്ങനെ എന്തോ ഒരു ചാനലിൽ ചെറിയ കുട്ടീനെ പറ്റി വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം താമസിക്കുന്ന കാര്യമൊന്നും പറഞ്ഞു തന്നില്ല. എന്നിട്ട് ഇപ്പൊ നാട്ടിൽ താമസിക്കുന്ന കാര്യമൊന്നും പറഞ്ഞു തന്നില്ല. ആ പുതുതായി താമസിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലേ? കേസ് കൊടുത്തു ഓൾറെഡി ആയിട്ട്. ഇനി കേസ് കൊടുത്തിട്ട് ഇപ്പൊ അവിടെ പോയി നമ്മൾ ചെയ്തപ്പോൾ ഇവരെ കണ്ടെത്തി കൊടുക്കണം. കാരണം സൈബർ വഴി ഒത്തിരി പണിയാണ് ഇവരെ എത്തുക എന്നുള്ളത്. നമ്മൾ നേരിട്ട് ഇറങ്ങി ഒരു 1.5 വർഷമായിട്ട് ഇവരെ അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത്. നമുക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി നമ്മുടെ 2 ഭാര്യയിലെ കുഞ്ഞുങ്ങളെയാണ് ഇവർ ഏറ്റവും മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പൊ അതൊരു സക്സസ് ആയിട്ട് ഇവിടെ വന്നിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കിട്ടിയത്. കാരണം അവരെ കണ്ടെത്താൻ പറ്റി. ഇവരെന്നെ പറഞ്ഞതെന്നറിയോ, ഒരു പാവപ്പെട്ട വീട്ടിൽ വന്ന് 5 ലക്ഷം രൂപ ഞാൻ കണ്ടു ചേച്ചി, ഞാൻ കണ്ട വീടല്ല ഞാനിവിടെ ചേച്ചിയുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, അതൊന്നും അല്ല. ഒരാളെ അറിയാതെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല. ഇവിടെയല്ലേ കാണുന്നേ? ഇല്ല, ആദ്യമായിട്ടല്ലേ കാണുന്നേ? 1.5 വർഷമായിട്ട് എന്തിനാ നമ്മൾ വീട്ടിൽ ആവശ്യമില്ലാത്ത പറയുന്നത്? ഞാൻ ചോദിക്കാനുണ്ട്, എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കത്തി ഇന്നത്തെ കാലത്ത് മനുഷ്യനെ വിരോധിക്കും. കത്തി താഴെയിടറാ, അച്ഛനാടാ പറയുന്നത്, കത്തി താഴെയിടറാ. യെസ്, സൂപ്പർ മാർക്കറ്റ് ഈസ് ദ ഫേമസ്. പാവല്ലേ കടക്കാരൻ. ഈ എന്താ പറയുക, ഓരോരുത്തരെ മാനസികാവസ്ഥ ഈ രീതിയിൽ ആയിട്ട് അല്ലേ. അപ്പോൾ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് എന്താ പറയുക, ഫേസ് ഇല്ലാതെ എന്തും പറഞ്ഞു പോവുക. ഈ തെറി പറയുന്ന ആൾക്കാർ മാത്രമല്ല കേട്ടോ, സീരിയസ്ലി ഈ ചില ആൾക്കാർക്കുണ്ട്, ചില ആൾക്കാർ ആൾക്കാരെ കൊള്ളിച്ചും കൊണ്ടാണ് പറയുക. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ ഒരു റാണി പറഞ്ഞിട്ടുള്ള ഒരാൾ വെളിച്ചത്തെത്തിയിട്ടുണ്ട് ഒരു കമൻറ്റ് എഴുതുന്നത്. അപ്പോൾ ഇത് ബാക്കിയുള്ള ആൾക്കാരും കൂടി മനസ്സിലാക്കുക. പറയാനുള്ളതിന് നമ്മൾ എന്താ പറയുക, ഈ ഇവരെ എല്ലാവരും ഇപ്പോൾ ഇൻക്ലൂഡിങ് നമ്മളാണെന്നുണ്ടെങ്കിൽ, റിയാക്ഷൻ മാത്രമല്ല കേട്ടോ, ഏത് വ്ളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ വീഡിയോസ് ചെയ്യുന്നത് പബ്ലിക്കിന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ സമയം മെനക്കെടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ കമൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഡെഫിനറ്റ്ലി അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കംപ്ലീറ്റ് റൈറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കയർത്ത് സംസാരിക്കുന്നതിലും ഇഷ്യൂ ഇല്ല, പക്ഷേ ഈ കുടുംബത്തിലുള്ളവർ സംസാരിക്കുക, വീട്ടിലുള്ള കുട്ടികളെ പോലും വെറുതെ വിടാതെ സംസാരിക്കുക. അപ്പോൾ എൻ്റെ കേസ് ആരാണെങ്കിലും ആ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തിരക്കില്ല, അവരൊക്കെ വീടുകളിലൊക്കെ വളരെ കൊള്ളിച്ചിട്ടുള്ള മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ ഇതിന് നിൽക്കുന്നത്, എന്തിനിങ്ങനെ ജീവിതം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. നിങ്ങൾ തിരക്കില്ല, നിങ്ങൾ അത്രയും പറഞ്ഞ പോലെ വെൽ ഓഫ് സിറ്റുവേഷനിലൊന്നല്ലല്ലോ. വെൽ ഓഫ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ലെവലിലൊന്നല്ലല്ലോ. നിങ്ങളുടെ അവസ്ഥയൊക്കെ ഇപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഒന്നുമില്ല, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഏതായാലും നിങ്ങളോട് ഈ റാണി എന്ന് പറഞ്ഞ ഒരു വീഡിയോ കാണുമെങ്കിൽ ദയവേത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇനി കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഏതായാലും നിങ്ങൾ പുറത്തെത്തിയല്ലോ, നിങ്ങളൊന്ന് അഭിപ്രായം പറയും. എന്താ തോന്നിയ ദിവസം പറഞ്ഞിട്ടുണ്ടാക്കും, എല്ലാവരെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്, എന്നെക്കുറിച്ചും തോന്നിയ ദിവസം പറഞ്ഞിട്ടുണ്ടാക്കുന്നു വോട്ടെവർ. നിങ്ങൾ ഇനി ഇപ്പോൾ ഏതായാലും എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് സ്ഥിതിക്ക് ഇനി നിങ്ങളിരുന്ന് കമൻറ്റ് ചെയ്യണം. ബാക്കിയുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.